നമസ്കാരം. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഡെൻമാർക്കിന് കീഴിലുള്ള ഒരു സ്വയംഭരണ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. കാനഡയുടെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നതായിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ചരിത്രപരമായും രാഷ്ട്രീയമായും ഈ രാജ്യം യൂറോപ്പിനോട്, പ്രത്യേകിച്ച് ഡെൻമാർക്ക്, നോർവേ, ഐസ്ലാൻഡ് എന്നീ രാജ്യങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ ദ്വീപിൻ്റെ പേര് ഗ്രീൻലാൻഡ് എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ ഏതാണ്ട് 2/3 ഭാഗവും മഞ്ഞു മൂടിയ പ്രദേശമാണ്. എങ്കിലും ഇതിനെ വിളിക്കുന്നത് ഗ്രീൻലാൻഡ് എന്നാണ്. എന്തുകൊണ്ടാണ് ഗ്രീൻലാൻഡ് അല്ലാഞ്ഞിട്ടും ഗ്രീൻലാൻഡിനെ അങ്ങനെ വിളിക്കുന്നത്? അതിൻ്റെ ചരിത്രം നമ്മൾ ചെന്ന് നിൽക്കുന്നത് പഴയ വൈക്കിങ്ങുകളുടെ കഥകളിലാണ്. അതായത് ഐസ്ലാൻഡ് ഇതിഹാസങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ എറിക് ദി റെഡ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു നോർവേക്കാരൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും ഐസ്ലാൻഡിൽ നിന്ന് നാടുകടത്തപ്പെടുകയാണ്. അതിൻ്റെ കാരണം ഒരു നരഹത്യാ കുറ്റം ചുമത്തപ്പെട്ട് ഐസ്ലാൻഡിൽ നിന്നും അദ്ദേഹത്തെയും കുടുംബത്തെയും മൊത്തത്തിൽ നാടുകടത്തുകയാണ്. അതിലടിമകളുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയൊരു കുടുംബമാണ്. ആ കുടുംബവുമായിട്ട് വടക്ക് പടിഞ്ഞാറ് പണ്ടെങ്ങോ കേട്ടതായിരിക്കുന്ന ഒരു മഞ്ഞു മൂടിയ ഭൂപ്രദേശത്തേക്ക് അവർ യാത്രയാകുകയാണ്. അങ്ങനെ ആ യാത്ര വന്ന് ചേർന്ന സ്ഥലമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ആ ലാൻഡിലേക്ക് മറ്റ് കുടിയേറ്റക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ എറിക് ദി റെഡ് കൊടുത്ത പേരാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ഗ്രീൻലാൻഡ് പച്ചപ്പ് നിറഞ്ഞ ഫലഭൂയിഷ്ടമായിരിക്കുന്ന ഒരു നാട് എന്ന് കേട്ട് കഴിഞ്ഞാൽ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ വസിക്കുന്നതായിരിക്കുന്ന ആൾക്കാർ ഈ പച്ചപ്പുള്ള പ്രദേശം തേടി വരുമെന്നുള്ള കാര്യം എറിക് ദി റെഡിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഗ്രീൻലാൻഡ് എന്ന് പേരിട്ടത്. എന്നാൽ ഇവർ മാത്രമല്ല ഗ്രീൻലാൻഡിലേക്ക് കുടിയേറിയത്. അലാസ്കയിൽ നിന്നും സൈബീരിയ, അതുപോലെ തന്നെ കാനഡ എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള പല മനുഷ്യരും ഈ പ്രദേശത്തേക്ക് വരികയുണ്ടായി. അതിലൊരു പ്രധാനപ്പെട്ട വിഭാഗമായിരുന്നു ഇനൂറ്റ് എന്ന് പറയുന്ന വംശജർ. അവരുടെ ഭാഷയാണ് ഗ്രീൻലാൻഡിക് എന്നുള്ള നിലയിൽ ഇന്നും ഗ്രീൻലാൻഡുകാർ സംസാരിക്കുന്നതായിരിക്കുന്ന ഭാഷ. 1814 ഡെൻമാർക്കും നോർവേയും വേർപിരിഞ്ഞതോടുകൂടി ഗ്രീൻലാൻഡ് ഡാനിഷ് കിങ്ഡത്തിൻ്റെ കീഴിലേക്ക് വരികയാണുണ്ടായത്. 1953 ഗ്രീൻലാൻഡ് സമ്പൂർണ്ണമായിട്ടും ഡെൻമാർക്കിൻ്റെ ഭാഗമായിട്ട് മാറുകയാണുണ്ടായത്. എന്നാൽ 1979 ഡെൻമാർക്ക് ഗ്രീൻലാൻഡിന് സ്വയംഭരണാവകാശം നൽകുകയുണ്ടായി. എന്നിരുന്നാലും ഗ്രീൻലാൻഡിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന നൂക്കിൽ നിന്നും ഏതാണ്ട് 3500 കിലോമീറ്റർ അകലെ കിടക്കുന്നതായിരിക്കുന്ന ഡെൻമാർക്കിന് കീഴിൽ തന്നെയാണ് ഇപ്പോഴും ഗ്രീൻലാൻഡ്. അമേരിക്കയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഈ അമേരിക്കയുടെ ഭാഗമായിരിക്കുന്ന അലാസ്ക എന്ന് പറയുന്ന പ്രദേശം അത് റഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ തന്നെ അന്ന് ഈ അലാസ്ക വാങ്ങിയ ശേഷം US-നുണ്ടായിരുന്നതായിരിക്കുന്ന ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഐസ്ലാൻഡും ഗ്രീൻലാൻഡ് തുടങ്ങിയ പ്രദേശങ്ങൾ കൂടി US-ൻ്റെ ഭാഗമാകണമെന്ന് കരുതി ഇരുന്നത്. അന്ന് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ അലാസ്കയെ വാങ്ങിയതുപോലെ തന്നെ ഗ്രീൻലാൻഡിനെയും ഐസ്ലാൻഡിനെയും വാങ്ങാനായിട്ടുള്ളൊരു ശ്രമമൊക്കെ നടത്തി നോക്കിയെങ്കിലും അത് നടന്നില്ല എന്നുള്ളതാണ്. എന്നാൽ 1946 അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ഹാരി എസ് ട്രൂമാൻ ഈ ഗ്രീൻലാൻഡ് വാങ്ങാനായിട്ടൊരു ശ്രമം നടത്തിയെങ്കിലും ഡെൻമാർക്ക് അന്ന് നിരസിക്കാനുണ്ടായത്. എന്നാൽ 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ജർമ്മനി എന്ന് പറയുന്നത് വളരെ കരുത്തുറ്റതായിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു. ആ രാജ്യം ഈ ഗ്രീൻലാൻഡ് പോലുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് തന്നെ അമേരിക്ക എന്ത് ചെയ്തു, നേരത്തെ തന്നെ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ടാണ് ഈയിടെ ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന നടത്തിയ സമയത്ത് പറഞ്ഞു, ഞങ്ങളിത് ഒരിക്കലും എന്ത് ചെയ്തതാണ്, ഡെൻമാർക്കിന് തിരികെ നൽകിയതാണ്. അന്ന് ഞങ്ങളെ സംരക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഗ്രീൻലാൻഡ് ജർമ്മനിയുടെ ഭാഗമോ അല്ലെങ്കിൽ ജപ്പാൻ്റെ ഭാഗമോ ആകുമായിരുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്കത് ഓർമ്മ വേണം, അത് കരുതിയിട്ടെങ്കിലും ഗ്രീൻലാൻഡിനെ ഞങ്ങൾക്ക് തരണം എന്നുള്ള നിലയിലാണ് ഡൊണാൾഡ് ട്രംപ് അവിടെ സംസാരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകാൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ട സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ആപ്തവാക്യം എന്ന് പറയുന്നത്. അമേരിക്കയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ മേൽക്കോയ്മ തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് എന്ന്. ഇന്ന് അതിന് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ലോകത്തിലുള്ളത്. അപ്പോൾ എല്ലാ കാലത്തും അമേരിക്ക ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുന്ന സമയത്ത് അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് വരുന്ന ഒരു വില്ലൻ്റെ റോളായിരുന്നു റഷ്യയ്ക്കുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് റഷ്യ പാപ്പരായ അവസ്ഥയിലാണ്. ഇന്ന് റഷ്യ യുക്രൈനുമായിട്ട് ഏറ്റുമുട്ടി റഷ്യ വളരെയധികം തകർന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. സ്ട്രാറ്റജിക്കലി ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഈ ഗ്രീൻലാൻഡ് പോലുള്ള ഈ പ്രദേശം പിടിച്ചെടുക്കാൻ പറ്റിയ അനുകൂലമായ സാഹചര്യമാണ് ഇന്നുള്ളത്. അത് ഡൊണാൾഡ് ട്രംപ് അതിൻ്റെ എല്ലാ അളവിലും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന പ്രദേശം റയർ എർത്ത് മിനറൽസ് കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന ഒരു പ്രദേശമാണ്. അതായത് ഭൂമിയിൽ വളരെ കുറവ് മാത്രമുള്ളതായിരിക്കുന്ന മൂലകങ്ങളാൽ സമ്പുഷ്ടമായിരിക്കുന്ന ഒരു പ്രദേശമാണ് ഗ്രീൻലാൻഡ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കുന്ന മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ബാറ്ററി, അതുപോലെ തന്നെ യുദ്ധക്കോപ്പുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില കോമ്പോണൻറ്റ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു വലിയ ശേഖരം
ഗ്രീൻലാൻഡിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് ഏറ്റവും കൂടുതൽ അതിൻ്റേതായിരിക്കുന്ന സാധ്യതകളെ ഉപയോഗിക്കുന്നതായിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്ന രാജ്യം. ചൈനയാണ് ആ മേഖലയിൽ അധികായന്മാർ എന്ന് പറയുന്നത്. മിനറൽ റിച്ച്ഡ് ആയിട്ടുള്ള ഈ പ്രദേശം അമേരിക്കയുടെ പരിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ചൈനയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ചൈനയെ വെല്ലുവിളിച്ച് ചൈനയുടെ മേൽ വളരാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും ഭാവിയിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡ് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രദേശം മാത്രമല്ല, ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ട് ആർട്ടിക് മേഖലയിൽ മഞ്ഞുരുകൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. ഈ പറയുന്ന ഗ്രീൻലാൻഡ് പോലുള്ള പ്രദേശങ്ങൾ നിലനിൽക്കുന്നത് ആർട്ടിക് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അവിടെയുള്ളൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന നോർത്ത് വെസ്റ്റ് പാസേജ്, അത് ഇൻ്റർനാഷണൽ ട്രേഡിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായ ഒന്നാണ് നോർത്ത് വെസ്റ്റ് പാസേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അധീശത്വമുള്ളതായിരിക്കുന്ന രാജ്യങ്ങൾക്ക് ആ ട്രേഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഐസും ഒക്കെ ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ മേഖലയിലൂടെ ചരക്ക് നീക്കം വളരെ ദുഷ്കരമാണ്. ഐസ് ബ്രേക്കറുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ ഭേദിച്ച് വേണം പോകാൻ. അത് വളരെ ചിലവേറിയതായിരിക്കുന്ന ഒരു ചരക്ക് നീക്കമാണ്. ഭാവിയിൽ ഈ വേഗത്തിൽ സംഭവിക്കുന്നതായിരിക്കുന്ന ഈ മഞ്ഞുരുകൽ പ്രതിഭാസം വളരെ വേഗത്തിൽ അതിലൂടെ ചരക്ക് നീക്കത്തിന് ഒരു പാസേജ് തന്നെ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖല കൈവശമാക്കി വെക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അമേരിക്കയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പോളാർ സിൽക്ക് റോഡ് എന്നുള്ള ലക്ഷ്യം ആർക്കുണ്ട്? ചൈനയ്ക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക് മേഖലയിൽ ഒരു സ്റ്റേറ്റ്, ഒരു സ്വതന്ത്ര സ്റ്റേറ്റ് ചൈന ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡ് അവരുടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ രാജ്യങ്ങളുടെ ലിസ്റ്റ് ചിട്ടപ്പെടുത്തിയ സമയത്ത് അതിൽ ചൈനയുണ്ട് എന്നുള്ളതാണ്. ചൈനയുമുണ്ട്, റഷ്യയുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റഷ്യയും ചൈനയും ഗ്രീൻലാൻഡിന് എന്നുകൂടിയായാലും ഒരു ത്രെട്ടായിട്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ചൈനയ്ക്ക് ചൈനയുടേതായിരിക്കുന്ന താല്പര്യമുണ്ട്, അതുപോലെ തന്നെ റഷ്യയ്ക്ക് റഷ്യയുടേതായിരിക്കുന്ന താല്പര്യമുണ്ട്. ഇന്ന് ആ ലിസ്റ്റിലേക്ക് ഗ്രീൻലാൻഡ് ഒരു രാജ്യത്തെ കൂടി കൂട്ടിച്ചേർക്കുകയാണ്. അതാണ് അമേരിക്ക എന്ന് പറയുന്നത്, USA എന്ന് പറയുന്നത്. ഡെൻമാർക്ക് നാറ്റോയിൽ അംഗമാണ്, യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിരിക്കുന്ന രാജ്യങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നതാണ് യൂറോപ്യൻ യൂണിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ട്രംപിൻ്റെ പ്രസ്താവനയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത്. ഗ്രീൻലാൻഡുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടായാലും, അതായത് അമേരിക്ക പിടിച്ചാലും അല്ലെങ്കിൽ ഇനി ഡെൻമാർക്കിൻ്റെ കീഴിലാണെങ്കിൽ കൂടിയും യഥാർത്ഥത്തിൽ അവർ അധിനിവേശത്തിൻ്റെതായ ആധുനിക ഉദാഹരണമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തിമിംഗലങ്ങളെയും സീലുകളെയും വേട്ടയാടി അവയുടെ മാംസം ഭക്ഷിച്ച് ജീവിക്കുന്നതായിരിക്കുന്ന ഗ്രീൻലാൻഡുകാർ, സ്വതന്ത്ര പരമാധികാര ഗ്രീൻലാൻഡിനെ സ്വപ്നം കാണുന്നതായിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അവരുടെ ആ വിദൂരമായിരിക്കുന്ന സ്വപ്നങ്ങൾക്ക് പോലും മങ്ങലേൽപ്പിച്ചുകൊണ്ട് ആ വിദൂരമായിരിക്കുന്ന സ്വപ്നങ്ങളുടെ ശവപ്പെട്ടിമേലുള്ള അവസാനത്തെ അണിയും അടിക്കുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്ക മാറുമോ എന്നുള്ളതാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്.